ഇത്രയും മതിയാ? രണ്ടും കൂടെ എടുക്കാം. ഇത്രയും കിട്ടി. ഈ കറിക്ക് ആവശ്യമായ പച്ചമുളകും കൂടെ എടുക്കാം. അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇപ്പോഴത്തേക്ക് ഇതാ ഇതിന് ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാനിന്ന് ചക്കക്കുരുവും കീരയും കൊണ്ടൊരു അവിയൽ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതിനായിട്ട് കുറച്ച് ചക്കക്കുരു ഉണ്ടായിരുന്നു, അതിനെ വേവിക്കാനിട്ടു. അത് നന്നായി വെന്തു. അതിൻ്റെ കൂടെ ഒരു 4-5 പച്ചമുളകും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് വേവിച്ചിട്ട് കീര അരിഞ്ഞു വെച്ചതും കൂടെ ചേർത്ത് അടച്ചു വെച്ച് വേവിക്കുകയാണ്. കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. ഞങ്ങളുടെ ഈ വീടിൻ്റെ ഗൃഹപ്രവേശം കഴിഞ്ഞ് ഒരു 6 മാസം ആകാറായി. അതെ, 5 മാസം കംപ്ലീറ്റ് ആയി. അപ്പോൾ ഇത് ഞങ്ങൾക്ക് രണ്ടാമത്തെ കീരയാണ്. അതായത് ആദ്യം ഒരിക്കൽ കട്ട് ചെയ്ത് കൂട്ടാനൊക്കെ വച്ചു, പക്ഷെ അത് വീഡിയോ എടുക്കാൻ സാധിച്ചില്ല. ഇത് സെക്കൻഡ് ടൈമാണ്. അതിൽ നിന്ന് തിളിർത്ത് വന്ന കീരയാണ് കേട്ടോ. നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും നട്ടു വളർത്തി അതിൽ നിന്നും കിട്ടുന്ന കായ്കറികൾ കുക്ക് ചെയ്ത് കഴിക്കുക എന്ന് പറയുന്നത് വലിയൊരു സന്തോഷമുള്ള കാര്യമല്ലേ. ഇപ്പം അതിൻ്റെ ഒരു ത്രില്ലിലാണ് ഞാനും. ശരി, ഇപ്പോൾ നമുക്കിതിനെ അടച്ചിട്ട് വേവിക്കാം. നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇത് ഈസി റെസിപ്പിയാണ്, എല്ലാവർക്കും അറിയാം. കീര വളരെ എളുപ്പമാണ് ചെയ്യാൻ. അപ്പോൾ ഇതിൽ കുറച്ച് പുളി മാത്രം ഒഴിക്കണം. അവിയലായത് കാരണം പുളി ഒഴിക്കാം. ഇപ്പോൾ കീര തോരനാണെങ്കിൽ പുളി വേണ്ട. ഇത് അല്പം ചെറിയ കുറച്ച് പുളിയാണ്. കൂടെ കുറച്ച് 2 പിടി തേങ്ങ കൂടെ. തേങ്ങ അരച്ചൊന്നും ചേർക്കണമെന്നില്ല. ഇത് കുറച്ച് തുരുവി വെച്ചത് തന്നെയാണ്, അങ്ങനെ ചേർക്കുകയാണ്. വെരി സിമ്പിൾ, ഇത്ര തന്നെയാണ്. കീര അവിയൽ റെഡി. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ, എല്ലാവർക്കും അറിയാം. പക്ഷേ ചക്കക്കുരു മാങ്ങ അതാണ് കോമ്പിനേഷൻ, നന്നായിരിക്കും. എനിക്കിപ്പോൾ മാങ്ങ കിട്ടിയില്ല, അത് കാരണം ഞാൻ അല്പം പുളി ചേർത്തുന്നേ ഉള്ളൂ. വളരെ നന്നായിരിക്കും. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ. വീണ്ടും അടുത്ത വിശേഷങ്ങളുമായി ഇന്നൊരു വീഡിയോയിൽ കാണും വരെ ബൈ ഫോർ നൗ.